ബംഗ്ലാദേശിലെ ജയിലിൽ നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്കോൺ ആചാര്യൻ ചിന്മോയ് കൃഷ്ണദാസ്. ഹിന്ദു സമൂഹത്തിനെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് നിരാഹാര സമരം. നീതി നിഷേധത്തിനെതിരെയാണ് പ്രതിഷേധമെന്നും ലോകം മുഴുവൻ അനീതിക്കെതിരെ പ്രതികരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇസ്കോണും രംഗത്തെത്തി. ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റതു മുതൽ ഹിന്ദു സമൂഹത്തിന് നേരെ അതിക്രമങ്ങൾ തുടരുകയാണ്. ഹിന്ദു വംശഹത്യക്കെതിരെ സംസാരിച്ചതിനാണ് ഇസ്കോൺ ആചാര്യൻ ചിന്മോയ് കൃഷ്ണദാസിനെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അറസ്റ്റ്. നീതി നിഷേധത്തിനെതിരെ മരണം വരെ നിരാഹാര സമരം നടത്താനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഇസ്കോൺ കൊൽക്കത്തയുടെ വൈസ് പ്രസിഡന്റ് രാധാരമൺ ദാസ് ഇക്കാര്യം സ്ഥിരീകരിച്ചെന്ന് മാധ്യമങ്ങളെ അറിയിച്ചു. ലോകം ഇനി ഉറക്കത്തിൽ നിന്നും ഉണരണം. ഒരു സന്യാസിയോട് കാണിക്കുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തണമെന്ന് രാധാരമൺ ദാസ് പ്രതികരിച്ചു. ഹിന്ദുക്കൾക്കെതിരെ ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമണക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപും തുളസി ഗബാർഡും പറഞ്ഞതിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ജയിലിൽ കഴിയുന്ന ചിന്മയ കൃഷ്ണദാസിന്റെ ആരോഗ്യനില തുടർച്ചയായി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ജയിലിൽ അദ്ദേഹത്തിന് അടിസ്ഥാന കാര്യങ്ങൾ പോലും നൽകുന്നില്ലെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. 2025 ഓഗസ്റ്റ് 5 ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിനു ശേഷം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ഹിന്ദു ഗ്രൂപ്പായ സമ്മിളിത സനാതനി ജോട്ടിന്റെ പ്രമുഖ നേതാവും ഇസ്കോൺ പ്രസിഡന്റുമായ ചിന്മയ് കൃഷ്ണപ്രഭു ശബ്ദമുയർത്തി. ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ചിറ്റഗോങ്ങിലെ ലാൽഡിഗി മൈതാനിയിൽ ചിന്മയ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഒരു റാലിയും നടന്നു. പിന്നീട് ചിന്മയ് കൃഷ്ണദാസ് പ്രഭുവിനെ ബംഗ്ലാദേശ് ഇന്റലിജൻസ് പോലീസ് ധാക്ക വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയായിരുന്നു. ഒക്ടോബർ 30 ബംഗ്ലാദേശിൽ ദേശീയ പതാകയെ അപമാനിച്ചുവെന്നാരോപിച്ചാണ് ചിന്മയ് പ്രഭു ഉൾപ്പെടെ 19 പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ചത്.